നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിയും ഒപ്പമുണ്ടായ സംഘവും ചേർന്ന് ആശുപത്രി ജീവനക്കാരെ ആക്രമിച്ചതായി പരാതി. കടുത്ത വേനലിൽ ആളുകൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മൂന്നാറിൽ കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് സാമൂഹ്യ വിരുദ്ധർ. ഈ വർഷത്തെ വരയാടുകളുടെ കണക്കെടുപ്പ് സംസ്ഥാനത്തെ മുഴുവൻ വനമേഖലകളിലുമായി 24 മുതൽ 27 വരെ നടത്തും. കല്ലാർകുട്ടി ടൗണിൽ വാഹനാപകടം. ഭാരം കയറ്റി വന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു. രാവിലെയാണ് അപകടം സംഭവിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിയും ഒപ്പമുണ്ടായ സംഘവും ചേർന്ന് ആശുപത്രി ജീവനക്കാരെ ആക്രമിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിനെ ശാരീരികമായി ആക്രമിച്ചതായി പരാതി. ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിയോടെയാണ് സംഭവം നടന്നത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ രോഗിയും ഒപ്പമുണ്ടായിരുന്ന 7-അംഗ സംഘവും ആശുപത്രിയിലെത്തുകയായിരുന്നു. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം പരിക്ക് ഗുരുതരമായതിനാൽ കൂടുതൽ സൗകര്യമുള്ള മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം ഇവിടെ തന്നെ ഡ്രസ്സിംഗ് നടത്തി വിടാമെന്നും അവർ അറിയിച്ചു. എന്നാൽ ഇതിനെ തുടർന്ന് രോഗിയും സംഘവും ഡോക്ടർമാരായും ആശുപത്രി ജീവനക്കാരായും വാക്കേറ്റത്തിലേർപ്പെട്ടു. തുടർന്ന് സ്ഥിതി നിയന്ത്രണാതീതമായി മാറുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിന്റെ കൈ പിടിച്ച് തിരിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും മറ്റ് ജീവനക്കാരോട് അസഭ്യം പറയുകയും ബഹളം വെക്കുകയും ചെയ്തതായി ആശുപത്രി അധികൃതർ ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് ആശുപത്രി അധികൃതർ കുമളി പോലീസിൽ പരാതി നൽകി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, കുമളി. കടുത്ത വേനലിൽ ആളുകൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മൂന്നാറിൽ കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് സാമൂഹ്യ വിരുദ്ധർ. കുടിവെള്ള വിതരണം നടത്തുന്ന പഞ്ചായത്ത് ടാങ്കിലെ പൈപ്പുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കുടിവെള്ളം മുടക്കിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ പഞ്ചായത്തിന്റെ കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് MG നഗറിനും ലക്ഷം നഗറിനും സമീപമായി മലമുകളിൽ സ്ഥാപിച്ചിരുന്ന കുടിവെള്ള ടാങ്കിന്റെ പൈപ്പുകൾ പൂർണ്ണമായും നശിപ്പിച്ച രീതിയിൽ കണ്ടെത്തിയത്. 2 വാർഡുകളിലായി ഏകദേശം 3000-ലധികം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ഇതുമൂലം മുടങ്ങിയത്. കുടിവെള്ള പൈപ്പുകൾ നശിപ്പിച്ചത് സാമൂഹ്യ വിരുദ്ധരാണെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. இந்த டாங்கிலேருந்து லக்ஷன் நகர், MG நகர், ராஜு நகர் 3 காலனிக்கு இங்கேருந்து சப்ளை ஆகுது. இப்போ இந்த மழை டைம், இந்த நல்ல வெயில் டைமில் இங்கே தண்ணி குறவாக இருக்குது. அதனால் தண்ணி ஒரு டைமுக்கு தான் இங்கே திறந்து விட்டுக்கிட்டு இருக்காங்க தண்ணி சப்ளை பண்ணுறவங்க. அந்த சமூக விரோதிகள் இதை எதிர்த்து நேற்று நைட்டு வந்து இது மொத்தம் உடச்சி தண்ணி மொத்தம் வேஸ்ட் ஆக்கி விட்டாங்க. தண்ணி மொத்தம் வேஸ்ட் ஆயிடுச்சு. இதில் காவல்துறை தக்க நடவடிக்கை எடுத்து அவங்க மேலே ஆக்ஷன் எடுக்குமாறு உங்களை இந்த வார்டு ഉള്ള കമ്മിറ്റിക്ക് സാർവാ കേട്ടുകൊള്ളും. കുടിവെള്ള പൈപ്പുകൾ നശിപ്പിച്ചതോടെ ടാങ്കിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ വെറുതെ പാഴായി. ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പൈപ്പുകൾ പൂർണ്ണമായും വെട്ടി നശിപ്പിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ MG നഗർ, ലക്ഷം നഗർ, രാജീവ് നഗർ തുടങ്ങിയ ഇടങ്ങളിലെ ആളുകൾ പ്രതിഷേധവുമായി എത്തി. ലക്ഷം നഗർക്ക് வந்து 8ஆம் வார்டு லட்சம் நகரில் வருது. லட்சம் நகருக்கு இந்த 2 டேங்க் தான் இருக்குது. இந்த 2 டேங்கையும் நைட்டு சமூக விரோதிகள் வந்து இந்த பைப்பு எல்லாத்தையும் அடித்து உடச்சி நொறுக்கி போட்டு போயிருக்காங்க. ஆனால் யாருக்குமே இன்றைக்கி தண்ணி கொடுக்க முடியல. ஒன்றாவது இந்த வெயில் காலத்தில் தண்ணி காட்டிலேருந்து வந்து இந்த டேங்கில் ஸ்டோரேஜ் பண்ணி கொடுக்குறதே கொஞ்சம் தண்ணி தான் கிடைக்குது. அதுக்கடையில் இந்த மாதிரி சமூக விரோதிகள் இந்த டேங்கையும் வந்து இப்படி உடச்சி போட்டாங்கன்னா இன்றைக்கி ஆளுகளுக்கு யாருக்குமே தண்ணி கொடுக்க முடியாமல் ரொம்ப கஷ்டப்படுறாங்க. இந்த இப்படி உடச்சி போட்ட சமூக விரோதி மேலே கண்டிப்பாக காவல்துறைக்கு நாங்கள் கம்ப்ளைண்ட் கொடுப்போம். அதுபோல் பஞ்சாயத்து செக்ரட்டரிக்கும் பஞ்சாயத்துக்கும் கம்ப்ளைண்ட் கொடுத்துருக்கோம். அவங்க நல்ல நடவடிக்கை எடுக்கணும்னு சொல்லி நாங்கள் இந்த இடத்துல இந்த ലക്ഷം നഗർ സാർബാ എടുക്കണം. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിലും പരാതി നൽകി. സിറ്റി വിഷൻ, മൂന്നാർ. ഈ വർഷത്തെ വരയാടുകളുടെ കണക്കെടുപ്പ് സംസ്ഥാനത്തെ മുഴുവൻ വനമേഖലകളിലുമായി 24 മുതൽ 27 വരെ നടത്തും. ഇതോടൊപ്പം തമിഴ്നാട്ടിലെ വനമേഖലകളിലും വരയാടുകളുടെ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. 4 പേർ വീതമുള്ള 95 ടീമുകളാണ് ഇത്തവണ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന കണക്കെടുപ്പിൽ പങ്കെടുക്കുന്നത്.
19 വനം ഡിവിഷനുകളുടെ 95 ബ്ലോക്കുകളിലായി തിരിച്ചാണ് കണക്കെടുപ്പ് നടത്തുന്നത്. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ KV ഹരികൃഷ്ണൻ, അസിസ്റ്റന്റ് വാർഡൻ നിതിൻ ലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം കേരളം, തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി നടത്തിയ കണക്കെടുപ്പിൽ ഇരു സംസ്ഥാനങ്ങളിലുമായി 2668 വരയാടുകളെ കണ്ടെത്താനായിരുന്നു. ഇതിൽ ഏറ്റവും അധികം വരയാടുകളെ കണ്ടെത്തിയത് ഇരവികുളത്തായിരുന്നു. 841 എണ്ണത്തിനെയാണ് ഇരവികുളത്ത് കണ്ടെത്തിയത്. ഇതിൽ 144 എണ്ണം പുതിയതായി പിറന്ന കുഞ്ഞുങ്ങളായിരുന്നു. കണക്കെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം ഓൺലൈൻ പരിശീലനം നൽകി. ചീഫ് വൈറ്റ് പ്രമോദ് G. കൃഷ്ണൻ, ഫീൽഡ് ഡയറക്ടർ PP പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. കല്ലാർകുട്ടി ടൗണിൽ വാഹനാപകടം. ഭാരം കയറ്റി വന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു. രാവിലെയാണ് അപകടം സംഭവിച്ചത്. വാഹനത്തിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാർകുട്ടി ടൗണിലാണ് അപകടം സംഭവിച്ചത്. മത്സ്യവില്പനശാലകളിലേക്കുള്ള ഐസ് കയറ്റി വരികയായിരുന്ന ലോറി പാതയോരത്തേക്ക് മറയുകയായിരുന്നു. അടിമാലി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടൗണിന് സമീപമുള്ള ഇറക്കമിറങ്ങുന്നതിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാകാം അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. വാഹനം മറിഞ്ഞതോടെ വാഹനത്തിലുണ്ടായിരുന്ന ഐസ് റോഡിലേക്ക് പതിച്ചു. വാഹനത്തിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. നിലവിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സമില്ല. സിറ്റി വിഷൻ, അടിമാലി. വാഗമണ്ണിൽ സാഹസിക വിനോദസഞ്ചാരികൾക്ക് ആവേശമായി പാരാഗ്ലൈഡിംഗ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരും ഈ സാഹസിക വിനോദത്തിൽ പങ്കെടുക്കുന്നു. വാഗമണ്ണിന്റെ മലമുകളിൽ ആകാശത്തെ തൊട്ടുപറക്കുന്ന ഗ്ലൈഡർമാർ. പാരാഗ്ലൈഡിംഗിന്റെ സാഹസികത ആസ്വദിക്കുകയാണ് സഞ്ചാരികൾ. വാഗമണ്ണിന്റെ മഞ്ഞണിഞ്ഞ മലകൾക്ക് മുകളിലൂടെ പക്ഷിയെപ്പോലെ പറക്കാം. നീലാകാശത്തേക്ക് ഉയർന്ന പച്ചപ്പുള്ള താഴ്വാരകൾ കാണുന്ന സാഹസിക യാത്ര. പ്രത്യേക പരിശീലനം ലഭിച്ച വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് സഞ്ചാരികളെ സാഹസിക പറക്കലിന് കൊണ്ടുപോകുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബമായി പാരാഗ്ലൈഡിംഗ് ஆஸ்வதிക്കാൻ எத்துனவர் நிரவதியான. வாகமன் வந்து கொஞ்சம் எக்ஸ்பீரியன்ஸ் கொஞ்சம் பேடாக தான் இருந்துச்சு. பட் ஆஃப்டர் பேராகிளிங் பார்த்த பிறகு கொஞ்சம் ஹாப்பியாக இருக்குது. எக்ஸ்பீரியன்ஸ் சூப்பராக எக்ஸ்பீரியன்ஸாக இருக்குது. ஸோ 10 மினிட்ஸ் தான், 10 to 15 மினிட்ஸ் தான். பட் எக்ஸ்பீரியன்ஸ் லைஃப் டைம் മറക്ക മുടിയാതെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വാഗമണ്ണിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പാരാഗ്ലൈഡിംഗിലൂടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. സിറ്റി വിഷൻ, വാഗമൺ. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് യാത്രാമധ്യേ കണ്ടുപോകാവുന്നൊരിടമാണ് ഇഞ്ചത്തൊട്ടി ഗ്രാമവും സമീപമുള്ള ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും നീളമേറിയ തൂക്കുപാലങ്ങളിലൊന്നാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. പെരിയാറിന് കുറുകെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന് 185 മീറ്ററോളം നീളമുണ്ട്. പരന്നൊഴുകുന്ന പെരിയാറിന് മുകളിലൂടെ എറണാകുളം ജില്ലയിലെ കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപ്പാറയിൽ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള നടപ്പാലമാണിത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും നീളമേറിയ തൂക്കുപാലങ്ങളിലൊന്ന്. 185 മീറ്ററോളം നീളമുണ്ട് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്. കേരള സർക്കാർ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡാണ് ഈ തൂക്കുപാലത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് യാത്രാമധ്യേ കണ്ടുപോകാവുന്നൊരിടമാണ് ഇഞ്ചത്തൊട്ടി ഗ്രാമവും സമീപമുള്ള ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും. നല്ലൊരു ഫീലിംഗ് ആയി. ആദ്യമായിട്ട് ആണ് വരുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. നല്ല പ്ലേസാണ്. ക്ലൈമറ്റ് നല്ല ചൂടുള്ള സ്ഥലത്ത് വന്ന് നല്ല AC-മായുള്ള തണുപ്പ്. ബെസ്റ്റ് പ്ലേസ് ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുകയാണ്. താഴെ നിരന്നൊഴുകുന്ന പെരിയാറിന് മുകളിലൂടെ നടത്തത്തിൽ നിന്ന് ചാഞ്ചാടുന്ന തൂക്കുപാലത്തിലൂടെ അക്കരെ ഇക്കരെയെത്തി കാഴ്ചകൾ കാണാം. പാലത്തിന് മുകളിൽ നിന്ന് ചിത്രങ്ങൾ പകർത്താം. പുഴയുടെ ഇരു കരകളിലെയും പരന്ന ഗ്രാമീണ ഭംഗി കണ്ട് ആസ്വദിക്കാം. പുഴക്കരയിലിറങ്ങി മതിവരുവോളം ഇരുന്ന് വിശ്രമിക്കാം. പാലത്തിലൂടെ അക്കരെ ഇക്കരെയുള്ള യാത്ര ചിലർക്കുള്ളിലെങ്കിലും ഒരൽപ്പം ചങ്കിടിപ്പുളവാക്കും.
കോതമംഗലത്ത് നിന്നും നീരമംഗലത്ത് നിന്നും ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്ക് എത്താൻ മാർഗമുണ്ട്. മധ്യവേനൽ അവധിയായതോടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്ക് സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. TVK വിജയിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കല്ല് കടത്തിവിടില്ലെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്നും തമിഴ്നാട് വ്യവസായ സംഘം നേതാവ് അൻവർ ബാലസിംഗം. തമിഴ്നാട്ടിൽ കാലങ്ങളായി AIDMKയും DMKയും മാറി മാറി ഭരിച്ചതുകൊണ്ട് നിരവധി വിഷയങ്ങൾക്ക് പരിഹാരമില്ലെന്നും തമിഴ്നാട്ടിൽ നിന്ന് കല്ലുകൾ മുഴുവൻ കേരളത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഇത് അനുവദിക്കില്ലെന്നും അൻവർ ബാലസിംഗം കമ്പത്ത് പറഞ്ഞു. 5 വർഷം കൂടി എടുക്കാനുള്ള കല്ല് മാത്രമാണ് തേനി ജില്ലയിലുള്ളത്. അത് തീർന്നാൽ കേരളത്തിൽ നിന്ന് ഒരു കല്ല് പോലും അവർ തരില്ല. കേരളത്തിൽ എന്താ പാറയില്ലേ എന്നും അൻവർ ബാലസിംഗം ചോദിക്കുന്നു. வீடு கட்ட முடியாது, வாசல் கட்ட முடியாது, இடிஞ்சு கிடக்க வீட்டை சரி பண்ண முடியுமா? முடியாது, முடியாது. திராவிட அரசாங்கங்கள் இந்த மண்ணை மறுபடியும் ஆளும் என்று சொன்னால் ஒரு பிட்டு கல்லு கூட கேட்டா பார்த்துக்கோ. வெறுமனே கல்லை காப்பாற்ற வேண்டும் என்றால் என்பதற்காக கூட நீங்க விசைக்கிறீர்களா? ஜெகநாத் விஸ்வநாத கம்பத்துல MLA ஆயிட்டா கல்லு போகுமா? கல்லு போகுமா கேரளாவுக்கு? தங்கச்சி ஒருத்தி படுத்து நிப்பாட்டுவாங்க. நிப்பாட்டடா நிப்பாட்டடா. அங்கிருந்து ஒரு வண்டியை கொண்டு வந்து நிக்கிறது கொண்டு வரா, 10 வண்டியை கொண்டு வரா. ആദ്യമായിട്ടാണ് വ്യവസായ സംഘം ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുന്നത്. TVK അധികാരത്തിൽ വന്നാൽ മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. 1979 முல்லைப்பெரியாறில் இழந்துவிட்ட உரிமைகளை பெறுவதற்காக நீங்கள் வாக்கு செலுத்த வேண்டும் விசேஷ சின்னத்திற்கு என்று சொல்லி மறுபடியும் 10 நாள் இங்க கத்துவோம். எங்களுக்கு வேலையே அதான். விசில குட்டிக்கிட்டு 10 நாள் இந்த கம்பத்துல கத்திக்கிட்டே இருப்போம். மாற்றம் வேண்டும். அந்த மாற்றம் புரட்சிக்கான மாற்றமாக இருக்க வேண்டும். அந்த மாற்றம் இந்த மண்ணை வளப்படுத்துவதாக இருக்க வேண்டும் சொல்லி விசேஷ சின்னத்திற்கு வாக்களியுங்கள். തമിഴ്നാട്ടിലെ ആളുകൾ കേരളത്തിൽ ബിസിനസ്സും കൃഷിയും ചെയ്യുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കേരളത്തിന്റെ ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തമിഴ്നാടിൻ്റെതായിരുന്നു എന്നാണ് അൻവർ ബാലസിംഗത്തിന്റെ മറുപടി. TVKയുടെ കമ്പം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ജഗന്നാഥ് മിശ്രയുടെ ഇലക്ഷൻ പ്രചരണത്തിൽ കമ്പത്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സിറ്റി വിഷൻ തേനി. അടച്ചുപൂട്ടിയ തോട്ടത്തിൽ അഴക് വിരിച്ച ഫുട്ബോൾ വേള. കഴിഞ്ഞ 25 വർഷക്കാലത്തോളമായി ഉടമ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന ഉപ്പുതറ പഞ്ചായത്തിലെ പീരുമേട് ടീ കമ്പനി ചിന്തലാർ 3ാം ഡിവിഷനിൽ നടന്നു വന്ന ഫുട്ബോൾ മേള നാടിനാകെ അഴകാർന്ന കാഴ്ചയായി മാറി.
ഉപ്പുതറ പഞ്ചായത്തിലെ 3ഓളം ഡിവിഷനുകളായി വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലൊന്നാണ് ചീന്തലാർ 3ാം ഡിവിഷൻ. കാർഷിക തോട്ടം മേഖലയാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് തോട്ടം നടത്തിപ്പിന്റെ പ്രതാപകാലത്ത് ഇവിടുത്തെ ഒരു പറ്റം ചെറുപ്പക്കാർ ചേർന്നാണ് ചീന്തലാർ യൂത്ത് ക്ലബ്ബ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കുന്നത്. ഫുട്ബോൾ കളിക്കാരും ആരാധകരുമാണിവിടെ ഏവരും. പലവിധ കാരണങ്ങളാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടക്കാതെ പോയ ഫുട്ബോൾ മത്സരം കേരളത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ 12 മുതൽ 19 വരെ ചീന്തലാറ്റിൽ വെച്ച് നടത്തപ്പെട്ടു. തോട്ടം പ്രതിസന്ധിയുടെ ആലസ്യത്തിൽ ആണ്ടുകിടന്ന തോട്ടം തൊഴിലാളികളടക്കമുള്ളവർക്കും അവധിക്കാലം എങ്ങനെ ആഘോഷമാക്കാമെന്ന് ചിന്തിച്ചിരുന്ന കുട്ടികൾക്കും ഈ ദിവസങ്ങൾ ഏറെ സന്തോഷകരവുമായിരുന്നു. ഫൈനൽ മത്സരത്തിൽ മാസ്റ്റർ പീസ് കുമളി എതിരില്ലാത്ത 5 ഗോളുകൾക്ക് മുണ്ടക്കയം FC മഡോണയെ പരാജയപ്പെടുത്തി. ഭീമ ജ്വല്ലറി ഏർപ്പെടുത്തിയ 25,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും, സിറ്റി ബേക്കറി ഉപ്പുതറ ഏർപ്പെടുത്തിയ 15,000 രൂപയും ട്രോഫിയും യഥാക്രമം സമ്മാനമായി നൽകി. സമാപന യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് MN സന്തോഷ് അധ്യക്ഷനായി. സെക്രട്ടറി പ്രസാദ് കുഞ്ഞച്ചൻ സ്വാഗതം പറഞ്ഞു. യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ ട്രോഫികൾ വിതരണം ചെയ്തു. തുടർന്ന് രാജ്യസേവനത്തിനു ശേഷം മടങ്ങിയെത്തിയ പ്രദേശത്തെ 5 വിമുക്ത ഭടന്മാരെയും അതുര ശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന പ്രദേശത്തെ 2 വനിതാ ഡോക്ടർമാരെയും പ്രദേശവാസിയായ രചയിതാവും കലാകാരനുമായ വിജിത്ത് ഇടുക്കിയെയും ആദരിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം മെറീന സനീഷ്, കലേഷ് കുമാർ, ഷിനി മോഹൻദാസ്, ശിവപ്രസാദ്, ജിതിൻ ജോസ്, സാം ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഗാനമേളയും നടത്തപ്പെട്ടു. സിറ്റി വിഷൻ ഉപ്പുതറ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലും ശുചീകരണത്തിന് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം തങ്കമണിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിൽ നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രശ്നം നേരിടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കൂടുതലായി മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അടിയന്തരമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് അത് ആ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുവാനും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ച ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർന്ന് തങ്കമണി ടൗണിൽ ബോധവൽക്കരണ റാലിയും നടത്തി. റാലിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹേഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിബിച്ചൻ കാച്ചപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ഷെനി മാവേലിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കാട്ടുപാലം, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷെബിൻ തോമസ്, സോണിയ തോമസ്, ഷീബ തോമസ്, ജോബിൻ മാത്യു, രതീഷ് കുമാർ PK, സാലി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിയും ഒപ്പമുണ്ടായ സംഘവും ചേർന്ന് ആശുപത്രി ജീവനക്കാരെ ആക്രമിച്ചതായി പരാതി. കടുത്ത വേനലിൽ ആളുകൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മൂന്നാറിൽ കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് സാമൂഹ്യ വിരുദ്ധർ.
ഈ വർഷത്തെ വരയാടുകളുടെ കണക്കെടുപ്പ് സംസ്ഥാനത്തെ മുഴുവൻ വനമേഖലകളിലുമായി 24 മുതൽ 27 വരെ നടത്തും. കല്ലാർകുട്ടി ടൗണിൽ വാഹനാപകടം. ഭാരം കയറ്റി വന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു. രാവിലെയാണ് അപകടം സംഭവിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.